7, 11, 15 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് 10, 14, 18 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക? നമുക്കിവിടെ 2 ശ്രേണി തന്നിട്ടുണ്ട്. ആദ്യത്തെ ശ്രേണി 7, 11, 15 എക്സെട്ര. 7ഉം 4, 11, 14, 15. ഇവിടെ ഒരേ സംഖ്യയായ 4 കൂടി പോവാണ്. ഒരേ സംഖ്യയായ 4 കൂടി പോവാണ്. 7, 4, 11, 14, 15 എക്സെട്ര. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ്. അതുപോലെ അടുത്തതിലോ 10, 4, 14, 14, 4, 18 എക്സെട്ര. ഇവിടെയും 4 കൂടി പോവാണ്. 10, 4, 14, 14, 4, 18. ഇതും സമാന്തര ശ്രേണിയാണ്. ഒരേപോലെയുള്ള സംഖ്യ കൂടി പോവാണ്. ഇനി ചോദ്യം എന്താ? ഈ ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അപ്പോൾ ഈ ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. ഈ ശ്രേണിയിലത്തെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. ഈ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഈ തുക? ഈ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഈ തുക? അത് നമുക്ക് ഇതിലത്തെ ഒന്നാമത്തെ പദം 7 ആണ്. ഇവിടുത്തെ ഒന്നാമത്തെ പദം 10 ആണ്. ഇവിടെ ആദ്യ പദം 7, ഇവിടെ ആദ്യത്തെ പദം 10. അപ്പോൾ എത്ര കൂടുതലുണ്ട്? 3 കൂടുതലുണ്ട്. ഈ 7 നിന്ന് 10ലേക്ക് വരുമ്പോൾ ഒരു 3 കൂടുതലുണ്ട്. അടുത്ത് നോക്കൂ, 11, 14 രണ്ടാം പദങ്ങൾ 11ഉം 14. അവിടെയും 11ഉം 3ഉം 14 ഒരു 3 കൂടുതലുണ്ട്. അടുത്തത് നോക്കൂ 15, ഇവിടെയോ 18, 15, 3ഉം 18, 3. അപ്പോൾ എന്താണ്? ഈ രണ്ട് ശ്രേണിയിലും തമ്മിൽ ഓരോ പദങ്ങളും തമ്മിൽ ഈ രണ്ട് ശ്രേണിയിലെയും ഓരോ പദങ്ങളും തമ്മിൽ എത്ര കൂടുതൽ വരുന്നുണ്ട്? 3 കൂടുതൽ വരുന്നുണ്ട്. ഇതിലത്തെ ഈ ശ്രേണിയിലത്തെ ഓരോ പദങ്ങളെക്കാൾ 3 കൂടുതലാണ് ഈ ശ്രേണിയിലത്തെ ഓരോ പദങ്ങളും. അങ്ങനെ എത്ര പദങ്ങളുടെ? 10 പദങ്ങളുടെ. ഒരു പദം എടുത്താൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്? ഇതിലത്തെ രണ്ടിലത്തെ ഒരു പദം എടുത്താൽ ഒരു 3 വ്യത്യാസം വരുന്നുണ്ട്. അടുത്ത പദം എടുത്താലും 3 വ്യത്യാസം വരുന്നുണ്ട്. അപ്പം അങ്ങനെ 10 പദങ്ങൾ എടുക്കുമ്പോൾ എത്ര വ്യത്യാസം വരും? 10 × 3 അല്ലേ? 10 × 3 ഉത്തരം 30.